അവര് ജീവിക്കുകയായിരുന്നു. ഒരു നൃത്തമല്ലായിരുന്നു, ജീവിതമായിരുന്നു അവരിവിടെ കാഴ്ചവെച്ച്. അതിജീവനത്തിന്റെ ചുവട് വെക്കാൻ ചൂരൽമലയിലെ കുട്ടികൾ കലോത്സവ നഗരിയിലെത്തി. ഒപ്പം അവരുടെ ഉണ്ണിമാഷും. ഉരുളിൽ ഉയർത്തെഴുന്നേറ്റവരുടെ വാക്കുകൾക്ക് മൂർച്ചയേറെയാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം അതാണ് അവിടെ ആവിഷ്കരിച്ചത്. ഇതിൽ സമ്മാനം കിട്ടുമോ അതല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് നേടി അങ്ങനെ ഉയർന്ന അതൊന്നുമല്ല. ഞങ്ങളുടെ ഈ വേദിയിൽ ഞങ്ങളെക്കുറിച്ച് പറയുക, അത് മറ്റുള്ളവർക്കൊരു കരുത്താവുക, മറ്റുള്ള കുട്ടികൾക്കൊരു നാളത്തെ കുട്ടികൾക്ക്, നാളത്തെ തലമുറയ്ക്ക് അതിജീവനം എന്നുള്ള ഒരു പാഠമാകുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. കൺമുന്നിൽ പെയ്തു തീരാത്ത മഴയിലെ നഷ്ടങ്ങൾക്കുമേൽ അവർ ചുവട് വെച്ചു. പാതി തകർന്ന സ്കൂളിനെ പറ്റി ഉണ്ണിമാഷിന് പറയാനുണ്ട് ചിലത്. സ്കൂൾ സ്ഥാപിച്ചു, അത് പടിപടിയായിട്ട് ഉയർന്നു വന്നു. അത് ശാസ്ത്രരംഗത്ത്, കായിക രംഗത്ത്, കലാരംഗത്ത്, അത് മികച്ച പഠന രംഗങ്ങളിൽ നേടിയ വിജയങ്ങൾ, അങ്ങനെ വാനോളം വിദ്യാലയം ഉയർന്നു നിന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ ദുരന്തം നേരിടേണ്ടി വന്നത്. ആ ദുരന്തത്തിൽ നിന്നും ഞങ്ങൾ കരുത്താർജിച്ചു, നാളെ ഉയരും എന്നുള്ളൊരു സന്ദേശമാണ് ഞങ്ങൾ. കേരളം കണ്ട മഹാദുരന്തവും കടന്ന് ചൂരൽമല ജീവിതം കെട്ടിപ്പടുത്തുകയാണ്. ഒപ്പം പുതിയ പ്രതീക്ഷകൾക്കായി സ്വപ്നം കാണുന്ന മനുഷ്യർക്കായി കലോത്സവ നഗരിയിലെ ഒരു മിന്നും പ്രകടനവും. ഭൂഗർഭമതിലിരുന്നൊരു ക്രൂരവേതാളമട്ടഹാസം മുഴക്കുന്ന പോലെ പെട്ടെന്നിരുട്ടിലൂടൊരു വൻ പ്രവാഹം, ജലപ്രവാഹം, ജലപ്രവാഹം. മണ്ണും മരങ്ങളും കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു മഹാസാഗര മഹാസുരൻ പോലെ നെഞ്ചിലൂടിരുളാൽ മഹാദുഃഖം ഒരു കുട്ടിയൊഴുകുന്നു നാം നിസ്സഹായ. എന്തെന്നറിഞ്ഞീലതിൻ മുൻപു തന്നെ സമസ്തവും നക്കി തുടച്ചു പായുന്നു. നാടിന്റെ നടുവിലൊരു മഹാനദി ശവവാഹനം പോലെ ഒഴുകുന്നു. ഇവിടൊരു സ്വർഗമായി കണ്ട മനുഷ്യരെ, സ്വപ്നവും കണ്ടുറങ്ങുന്ന മനുഷ്യരെ, വീടോടടുത്തിടുത്തും പുഴക്കി ക്രൂരമായതി ദൂരേക്കെറിഞ്ഞു. ഒറ്റ കൈകാലുകൾ ചേർന്നിച്ചുരുടലുകൾ, ജീവന്റെ ഒരു തുടിപ്പ് വിടയുണ്ടോ? ഒഴുകിയടിഞ്ഞ മൺപാവകൾ പോലെ ഈ ചെളിയിൽ പൊതിഞ്ഞു പോയ പ്രതീക്ഷകൾ രക്ഷിക്കുവാൻ നീട്ടി ഉന്നതകൾ അവരെയും പുഴ വന്നു കൊണ്ടുപോയി. മറയാതെ ഇരുന്ന ഗ്രാമങ്ങളെ നെഞ്ചോട് ചേർത്തേ
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.